ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. നവംബർ 24 ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. SGX നിഫ്റ്റിയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കാണാൻ സാധിച്ചത്. അതുകൂടാതെ അമേരിക്കൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും അവിടെ രണ്ടിടത്തും സെല്ലിംഗ് പ്രഷർ കൃത്യമായി പ്രതിഫലിച്ചിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഒരു ബിയറിഷ് അല്ലെങ്കിൽ സെല്ലിംഗ് എൻഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഇത് ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന വീക്ക്നെസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേസമയം ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം നമ്മൾക്ക് മികച്ച ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. നിഫ്റ്റി അതിൻ്റെ ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആയ 17,500 എന്ന ലെവലിന് മുകളിലാണ് ക്ലോസിംഗ് നൽകിയത്. സെൻസെക്സിൽ 198 പോയിന്റിൻ്റെ ഹൈക്കും നിഫ്റ്റിയിൽ 86 പോയിന്റിൻ്റെ വർധനവും നമ്മൾക്ക് കാണാൻ സാധിച്ചു. ബാങ്ക് നിഫ്റ്റിയിൽ 0.39% പ്രൈസ് ഹൈക്കും നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 1.76% റാലിയും കാണാൻ സാധിച്ചു. അതായത് കഴിഞ്ഞ 2 ദിവസവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഇൻഡിസസുകളിലെല്ലാം മികച്ച ബൈയിങ് മൊമെൻറ്റവും വാല്യൂ ബൈയിങ്ങും നമ്മൾക്ക് കാണാൻ സാധിച്ചു. എന്നിരുന്നാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 4,477 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1,412 കോടി രൂപയുടെ ബൈയിങ് നടത്തി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹെവി സെല്ലിങ്ങിൻ്റെ പശ്ചാത്തലത്തിലും 1,425 കമ്പനികൾ അഡ്വാൻസ് സൈഡിലും 402 സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലുമാണ് മികച്ച വാല്യൂ ബൈയിങ് നമ്മൾക്ക് ഇൻഡിസസിലും കാണാൻ സാധിച്ചു. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ മെറ്റൽ സെക്ടറിലും പവർ സെക്ടറിലും മികച്ച ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. മെറ്റൽ സെക്ടറിൻ്റെ റാലിക്ക് പിന്നിലെ റീസൺ ഞാൻ മാർക്കറ്റ് അവറിൽ തന്നെ ടെലിഗ്രാം ചാനൽ വഴി ഡിസ്കസ് ചെയ്തതായിരുന്നു. അതായത് ചൈനയിലെ മെറ്റൽ ഫ്യൂച്ചർ സെഗ്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്ന പ്രൈസ് വർധനവും ഡിമാൻഡും തന്നെയാണ്. അതുകൂടാതെ പവർ സെക്ടറിലെ സ്റ്റോക്കുകളിലും മികച്ച ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. എന്നാൽ ഏഷ്യൻ പെയിൻറ്റ്, ഇൻഫോസിസ്, ബജാജ് ഓട്ടോ, ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിലെല്ലാം ഇടിവാണ് കാണാൻ സാധിച്ചത്. പക്ഷേ ഇടിവും അത്രയ്ക്ക് വളരെ വലിയ ഇടിവ് നമ്മൾക്ക് കാണാൻ സാധിച്ചില്ല. 2.5% വരെയുള്ള ഇടിവാണ് കാണാൻ സാധിച്ചത്. കോമോഡിറ്റി നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ഗ്യാസ് വളരെയധികം വോളറ്റൈലായി എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം 4.47% പ്രൈസ് ഹൈക്കാണ് കാണാൻ സാധിച്ചത്. ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലും ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഗോൾഡ്, സിൽവർ തുടങ്ങിയ കോമോഡിറ്റികളിൽ സെല്ലിംഗ് പ്രഷറാണ് കാണാൻ സാധിക്കുന്നത്. ഗോൾഡിൽ 1%-ലധികം സെല്ലിങ്ങും സിൽവറിൽ 3%-ലധികം ബിയറിഷും നമ്മൾക്ക് കാണാൻ സാധിച്ചു. കറൻസി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയിലെ സമ്മറി പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് കൃത്യമായ ഒരു അപ്സൈഡോ ഡൗൺ സൈഡോ പ്രവചിക്കാൻ സാധ്യമല്ല. കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ കാണാൻ സാധിച്ച ബുള്ളിഷ് ക്യാൻഡിൽ നിഫ്റ്റിയുടെ പുൾ ബാക്ക് റാലിയെ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിഫ്റ്റിയിലുണ്ടായിരുന്ന ഈ പുൾ ബാക്ക് റാലി നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. കാരണം കഴിഞ്ഞ 4 ദിവസത്തെ ഇടിവിന് ശേഷം മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് സ്വാഭാവികമാണ്. ആ രീതിയിലുള്ള ഒരു പുൾ ബാക്ക് റാലിയാണ് കണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ലെവൽ, നിഫ്റ്റി ഇപ്പോഴും അതിൻ്റെ 20-യുടെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 50-യുടെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 20-യുടെ 50-യുടെ സിമ്പിൾ മൂവിംഗ് ആവറേജ് എന്നീ ലെവലുകൾക്ക് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ നിഫ്റ്റിയുടെ ട്രെൻഡ് ഇപ്പോഴും ബിയറിഷ് ട്രെൻഡാണ്. അതുകൊണ്ട് ഈ ലെവലിൽ നമ്മൾ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജിക്ക് പകരം സെൽ ഓൺ റൈസ് എന്ന സ്ട്രാറ്റജി ആയിരിക്കണം അഡോപ്റ്റ് ചെയ്യേണ്ടത്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് അക്കുമുലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു റേഞ്ച് തന്നെയാണ്. ചാനൽ മെമ്പേഴ്സിന് വേണ്ടി അക്കുമുലേറ്റ് ചെയ്യേണ്ട സ്റ്റോക്കുകളുടെ ലിസ്റ്റും ഞാൻ ആൾറെഡി നൽകിയിട്ടുണ്ട്. നിഫ്റ്റിയുടെ ഓപ്ഷൻ കോൾ റേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ PCR റേഷ്യോ 0.7 ആയിട്ടാണ് കാണുന്നത്. അതായത് നിഫ്റ്റിയുടെ സ്ട്രെങ്തിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം ഫോം ചെയ്തിരിക്കുന്ന 2 ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ 2 ക്യാൻഡിൽ പാറ്റേണും നിഫ്റ്റിക്ക് 17,250 മുതൽ 300 വരെയുള്ള സോണിൽ മികച്ച സപ്പോർട്ട് വരും സമയങ്ങളിലും ഉണ്ടാകും എന്നുള്ള ഇൻഡിക്കേഷൻ തന്നെയാണ് നൽകുന്നത്. നിഫ്റ്റി ഇനി 17,200 എന്ന ലെവലിന് താഴെ എത്തുന്ന രീതിയിൽ ഒരു ബിയറിഷ് ക്ലോസിംഗ് നൽകാത്തിടത്തോളം കാലം നമ്മൾക്ക് ഫർദർ ഡൗൺ സൈഡ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കേണ്ട. ഇനി വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ മാർക്കറ്റിൽ നമ്മൾക്കൊരു സൈഡ് വേസ് അല്ലെങ്കിൽ കൺസോളിഡേറ്റ് മൂവ്മെൻ്റ് ആയിരിക്കും ചിലപ്പോൾ വരും സമയങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ പുൾ ബാക്ക് റാലിയുടെ ഏറ്റവും പ്രധാന റെസിസ്റ്റൻസ് സോണായിട്ട് കാണാൻ സാധിക്കുന്നത് 17,650, 17,750 എന്നീ ലെവലുകൾ തന്നെയാണ്. കോൾ ഓപ്ഷൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 18,000 എന്ന ലെവലിൽ ഏകദേശം 79 ലക്ഷം കോൺട്രാക്റ്റും, 17,700 എന്ന ലെവലിൽ 63 ലക്ഷം കോൺട്രാക്റ്റും, 17,700 എന്ന ലെവലിൽ 45 ലക്ഷം കോൺട്രാക്റ്റുമാണ് കാണാൻ സാധിക്കുന്നത്. ഈ റീജിയനിലെല്ലാം റെസിസ്റ്റൻസ് ബിൽഡപ്പ് ആണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് വരും സമയങ്ങളിൽ, അതായത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയുടെ പ്രധാന റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് 17,650, 17,750 എന്നീ ലെവലുകളും, പ്രധാന സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്നത് 17,300 മുതൽ 17,250 വരെയുള്ള സോൺ, അതിനുശേഷം 17,050 വരെയുള്ള സോണുകളായിരിക്കും.
ഇനി നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട പ്രധാന ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ്, ഇൻട്രാഡേ, പൊസിഷണൽ ബ്രേക്കൗട്ട്, BTST ട്രേഡുകളുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ്, യൂട്യൂബ് കമ്മ്യൂണിറ്റി തുടങ്ങിയ ഓപ്ഷനുകൾ പരിഗണിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വിവിധ കമ്പനികളുടെ സ്റ്റേക്ക് അക്വിസിഷൻ, സ്റ്റേക്ക് സെയിൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് ലൈക്ക ലാബ്സ് എന്ന സ്റ്റോക്ക്. IPCL ലബോറട്ടറീസ് ലൈക്ക ലാബിൻ്റെ 17,74,000 ഇക്വിറ്റി ഷെയറുകൾ ₹126 പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തു. അതുപോലെ തന്നെ ഫാർമ സെക്ടറിലെ മറ്റൊരു കമ്പനിയായ ബാൽ ഫാർമ എന്ന കമ്പനിയുടെ 1,26,000 ഇക്വിറ്റി ഷെയറുകൾ മൈക്രോ ലാബ് എന്ന കമ്പനി ₹92.57 പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തിട്ടുണ്ട്. വേദാന്ത എന്ന കമ്പനിയിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വേദാന്തയുടെ പ്രൊമോട്ടർ കാറ്റഗറിയിലുള്ള കമ്പനിയായ വേദാന്ത നെതർലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് BV എന്ന കമ്പനി വേദാന്തയുടെ 5 കോടി ഷെയറുകളും, ട്വിൻ സ്റ്റാർ ഹോൾഡിംഗ്സ് എന്ന കമ്പനി വേദാന്തയുടെ 8 കോടി ഷെയറുകളും ₹349 പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ നടത്തിയിട്ടുണ്ട്. പ്രമുഖ മ്യൂച്വൽ ഫണ്ട് കമ്പനിയായ HDFC മ്യൂച്വൽ ഫണ്ട് കിർലോസ്കർ ന്യൂമാറ്റിക്കിൻ്റെ 5,23,000 ഇക്വിറ്റി ഷെയറുകൾ ₹392 പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തിട്ടുണ്ട്. റേറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ എന്ന സ്റ്റോക്ക്. പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ICRA ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കലിൻ്റെ റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. A+ കാറ്റഗറിയിൽ നിന്നും AA എന്ന കാറ്റഗറിയിലേക്കാണ് ലോങ് ടൈം റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഷോർട്ട് ടൈം റേറ്റിംഗ് A1+ എന്ന കാറ്റഗറിയിൽ നിന്നും A1 എന്ന കാറ്റഗറിയിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ബാലാജി അമീൻസ് എന്ന കമ്പനിയിലുള്ള DMF പ്ലാന്റിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഒക്ടോബർ 6 മുതൽ കുറച്ച് റെക്ടിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി DMF പ്ലാന്റിൻ്റെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഇത് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. അതുകൂടാതെ ശ്രീകാളഹസ്തി പൈപ്പ്, ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ്സ് എന്നീ കമ്പനികളുടെ അമാൽഗമേഷന് NCLTയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ അമാൽഗമേഷൻ വിത്ത് എഫക്റ്റ് ഡേറ്റ് ആയിട്ട് കാണുന്നത് 1 ഒക്ടോബർ 2020 വിവിധ കമ്പനികളുടെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റുമായി ബന്ധപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ പോളോ ക്യൂൻ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിൻടെക് എന്ന കമ്പനി 1:5 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കോൾ ഇന്ത്യ എന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. 29 നവംബറിലാണ് കോൾ ഇന്ത്യയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് ഇൻട്രിം ഡിവിഡൻറ്റിനെ കുറിച്ചുള്ള പ്രഖ്യാപനത്തിന് വേണ്ടി. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ റേറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് നോക്കാവുന്ന മറ്റൊരു പ്രധാന സ്റ്റോക്കാണ് എയർടെൽ എന്ന സ്റ്റോക്ക്. പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ മൂഡി എന്ന റേറ്റിംഗ് ഏജൻസി എയർടെലിൻ്റെ ഔട്ട്ലുക്ക് പോസിറ്റീവായിട്ട് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഇക്വിറ്റാസ് സ്മാൾ ഫിനാൻസ് ബാങ്ക് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ക്രെഡിറ്റ് കാർഡിൻ്റെ ബ്രാൻഡഡ് പ്രൊഡക്ഷന് വേണ്ടി ഇക്വിറ്റാസ് സ്മാൾ ഫിനാൻസ് ബാങ്ക്, HDFC ബാങ്ക് ഈ 2 ബാങ്കുകളും പാർട്ണർഷിപ്പിൽ എത്തിയിട്ടുണ്ട്. വരും സമയങ്ങളിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു പ്രധാന സെക്ടറാണ് പെയിൻറ് സെക്ടർ. പെയിൻറ് സെക്ടറിൽ ഏഷ്യൻ പെയിൻറ്റ്സ് എന്ന കമ്പനി പ്രൈസ് ഹൈക്ക് കൂട്ടിയതിൻ്റെ പിന്നാലെ ബർഗർ പെയിൻറ് എന്ന കമ്പനി ഡിസംബർ 5 മുതൽ പ്രൈസ് ഹൈക്ക് കൂട്ടുകയാണ്. ഇത് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. അതുകൂടാതെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ റിസർവിലുള്ള 5 മില്യൺ ബാരൽ ഓയിൽ വരും സമയങ്ങളിൽ ഇന്ത്യ റിലീസ് ചെയ്യും എന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട്. ഇതുവഴി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ ഒരു റെഗുലേഷൻ നമ്മൾക്ക് വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഗോൾഡ്, സിൽവർ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ന്യൂസ് ഈ സെക്ടറിലുള്ള GST 3% നിന്നും 5% ഉയരുന്നു എന്നുള്ളൊരു ന്യൂസ് മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഗോൾഡ്, സിൽവർ തുടങ്ങിയ കൊമോഡിറ്റി സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു നെഗറ്റീവ് ന്യൂസായിട്ട് തന്നെ പരിഗണിക്കാവുന്നതാണ്. കൂടാതെ വോഡാഫോൺ ഐഡിയ എന്ന കമ്പനി അതിൻ്റെ പ്രീപെയ്ഡ് താരിഫ് പ്ലാൻ 20 മുതൽ 25% വരെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് ടെലികോം സെക്ടറിലെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് സെഷനിൽ മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളിലെല്ലാം മികച്ച ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. അതിൻ്റെ പിന്നിലെ റീസൺ ഞാൻ അന്ന് തന്നെ ടെലിഗ്രാം വഴി മെസ്സേജ് ചെയ്തതുമാണ്. മെമ്പേഴ്സ്, അതായത് ചാനൽ വ്യൂവേഴ്സ്, ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ചാനൽ വ്യൂവേഴ്സ് ദയവായി ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഇതുവഴി ഇൻസ്റ്റൻറ്റ് അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. മെറ്റൽ സെക്ടറിൽ മികച്ച ബൈയിങ് മൊമെൻറ്റം വന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ചൈനയുടെ ഫ്യൂച്ചർ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്ന പ്രൈസ് ഹൈക്കാണ്. അതുകൂടാതെ പീപ്പിൾ ബാങ്ക് ഓഫ് ചൈന സ്ട്രോങ് ഇക്കോണമിക് റിക്കവറിയുമായി ബന്ധപ്പെട്ട പല സിഗ്നലുകളും നൽകിയിട്ടുണ്ട്. ഇത് ചൈനയിൽ വരുന്ന സമയത്തുള്ള സോളിഡ് ഗ്രോത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുവഴി സ്റ്റീൽ, മെറ്റൽ തുടങ്ങിയവയുടെ ഡിമാൻഡ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ടാണ് മെറ്റൽ സെക്ടറിൽ കഴിഞ്ഞ ദിവസം മികച്ച മൊമെൻറ്റം കാണാൻ സാധിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.